ഇന്നലെ ഒരു ഫോൺ വിളി, പെട്ടെന്ന് വരൂ, ക്ലോസറ്റ് കൂടെ വെള്ളം അങ്ങോട്ട് പോവില്ല, എത്ര വെള്ളം ഒഴിച്ചാലും നിറഞ്ഞ് മുകൾക്ക് വരികയാണ്, വെള്ളം പോവില്ല. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ഉള്ളിൽ എന്തോ കുടുങ്ങിന്. അപ്പോൾ അവരോട് ചോദിച്ച് എന്തേതിനുള്ളിൽ നിങ്ങളെന്താ ഇട്ടണോ, നിങ്ങളെന്താ പേടോ അതല്ലെങ്കിൽ വേറെ എന്താ ഇട്ടണോ വെച്ചിട്ട് ഒന്നും ഇട്ടില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ അയക്കാതെ പല ശ്രമം നടത്തി നോക്കി, ഒരു നിലക്കും റെഡിയായി. അവസാനം ഇത് അയച്ച് നോക്കുമ്പോൾ അടിയിൽ ഇതാക്കുന്ന ഒരു സോപ്പ് കുടുങ്ങി കിടക്കുക. അപ്പോൾ ഈ സോപ്പ് കുടുങ്ങി കിടന്നപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത്. അതായത് നമ്മൾ കുളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഒരു സോപ്പ് അങ്ങോട്ട് കൊഴിഞ്ഞെടുക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തോന്നും ക്ലോസറ്റ് കല്ല് വീണ് അപ്പോൾ ഇനി എടുക്കണ്ട, അത് വെള്ളം പറഞ്ഞ് അത് കളയാം എന്ന് വിചാരിച്ചാണ്ട് നമ്മളെന്താ വെള്ളം അങ്ങോട്ട് പാരും, 2 ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ 1 ബക്കറ്റ് വെള്ളം അങ്ങോട്ട് പാരുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോവും. എന്നാലും അത് കുഴിക്കറ്റ് പോകും. ഇതിൻ്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ പി ട്രാപ്പ്, ഉള്ളിലിങ്ങനെ ഒരു പി രൂപത്തിലാണ് ഈ പൈപ്പ് കിടക്കുന്നത്. അതിപ്പോൾ ഒരു സാധാരണക്കാരനായ ആളുകൾക്ക് ഇത് അറിയില്ലല്ലോ ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ഓല വിചാരത്തേക്ക് വെള്ളമാണ് പോകാനോട് കൂടി ഇത് കുഴിക്കാണ്ട് പോകും. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കുഴിക്കറ്റ് എത്തൂല, ഇനി പുറത്തേക്കറ്റ് നമുക്ക് കിട്ടൂല, അതിൻ്റെ അടിയിലവിടെ കടിച്ചു. അപ്പോൾ സോപ്പല്ലേ കുറച്ച് വെള്ളം പറഞ്ഞാൽ പോകുമെന്ന് വിചാരിക്കും വേണ്ട, അതാവട്ടെ. ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അഥവാ സോപ്പ് ക്ലോസറ്റിക്ക് വീണ കൈ ഇട്ടിട്ടോ ഇനി ഗ്ലൗ ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് അത് അതിന് എടുക്കുക, ക്ലോസറ്റിക്ക് വെള്ളം പറന്ന് കാണ്ട് അത് അങ്ങോട്ട് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചാൽ പണി പാലുമുള്ളത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ക്ലോസറ്റ് ഈ വീട്ടുകാർ കുറേ ദിവസം ഇത് ശ്രമിച്ചു നോക്കിന്, നടക്കാത്തതുകൊണ്ട് ഒരു പ്ലംബറെ വിളിച്ചു, ആ പ്ലംബർ വന്ന് ഇത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തന്നെ. പിന്നെ ഇതിങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കയ്യൊക്കെ ഗ്ലോ ഒക്കെ ഇട്ടുകൊണ്ട് ചെയ്യുക. ഇത് ആ സാഹചര്യത്തിൽ അതൊന്നും ഗ്ലൗ വാങ്ങാനോ ഇത് നോക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റാക്കി ക്ലിയറാക്കി ഫ്രഷ് അടിച്ച് പഴയ രൂപത്തിൽ തന്നെ ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.